ചെറിയ പ്രായത്തിൽ വലിയമ്മച്ചി പറയുന്നത് കേട്ടിട്ടുണ്ട്, കരിയില എടുക്കാൻ പ്രായമായ കുട്ടിയെ കൊണ്ട് കരിയില എടുപ്പിക്കണമെന്ന്. അന്ന് അതിന്റെ മീനിങ് എന്താണെന്ന് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കറിയാം വലിയമ്മച്ചി എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന്. പല വീടുകളിലും പല അമ്മമാരും വളരെ അഭിമാനത്തോടെ എന്റെ കുഞ്ഞിന്റെ ഉടുപ്പിന്റെ ബട്ടൺസ് പോലും ഇടാൻ അറിയില്ല, അവൾക്ക് തലമുടി തന്നെ ചെയ്യാൻ അറിയില്ല, അല്ലെങ്കിൽ തനിയെ അവരുടെ കാര്യങ്ങൾ ചെയ്യാൻ അറിയില്ല എന്നൊക്കെ അഭിമാനത്തോട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ചിലർ പറയാറുണ്ട്, കുട്ടികൾ പഠിക്കുന്ന പ്രായമല്ലേ, അവർ പഠിച്ചോട്ടെ, അവർ വീട് ജോലിയിൽ സഹായിക്കേണ്ട ആവശ്യമില്ല എന്നും പറയാറുണ്ട്. പക്ഷെ ഞാനിതിന് വിപരീതമായി ചിന്തിക്കുന്ന ഒരു അമ്മയാണ്. കുട്ടികൾ അവരുടെ പ്രായത്തിനനുസരിച്ചുള്ള ചെറിയ ജോലികൾ ചെയ്തു തുടങ്ങുന്ന അവരിൽ എത്രമാത്രം ആത്മവിശ്വാസം വളർത്തുന്നുവെന്ന് നേരിട്ട് മനസ്സിലാക്കി അറിഞ്ഞിട്ടുള്ള ഒരാളാണ് ഞാൻ. കുട്ടികൾ ആദ്യം നമ്മൾ കൊടുക്കുന്ന സമയത്ത് അവർ എന്ത് ചെയ്താലും ചെറിയ ചെറിയ മിസ്റ്റേക്സ് വരും. അവരെ ഭക്ഷണം കഴിക്കാൻ തന്നെ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവർ കുറേ സാധനങ്ങളൊക്കെ ചിതറിയിടും, അല്ലെങ്കിൽ അവരെ എന്തെങ്കിലും ഒരു ചെറിയ ജോലി അടുക്കളയിൽ ഏൽപ്പിച്ചാൽ വെള്ളം തെറിപ്പിക്കും, അല്ലെങ്കിൽ ഒരുപാട് ചെറിയ ചെറിയ മിസ്റ്റേക്സുകൾ വരുത്തും. ഈ മിസ്റ്റേക്സ് വരുത്തുന്നതിനെ ഭയന്നിട്ടാണ് പലപ്പോഴും നമ്മൾ അമ്മമാർ കുട്ടികളെ പല ജോലികളും ഏൽപ്പിക്കാത്തത്. ആദ്യമായി തന്നെ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് ഞാനിവിടെ ഒരു ചെറിയ പിഗ്ഗി ബാങ്ക് അവർക്ക് കൊടുത്തിരുന്നു. എന്നിട്ട് ചെറിയ ജോലികൾ ചെയ്യുന്ന സമയത്ത് ഞാൻ അവർക്ക് റിവാർഡ് കൊടുത്തിരുന്നു. അപ്പോൾ അവരതിൽ നിന്ന് കിട്ടുന്ന ചെറിയ പൈസ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പിഗ്ഗി ബാങ്കിൽ സേവ് ചെയ്ത് വെക്കും, ഓരോ ജോലിയും ചെയ്ത് കഴിഞ്ഞതിന് ശേഷം. മുതിർന്നു കഴിഞ്ഞതിന് ശേഷം ഈ പിഗ്ഗി ബാങ്ക് സിസ്റ്റം ഞാൻ എടുത്തു മാറ്റി. കാരണം വെച്ചാൽ പൈസയ്ക്ക് വേണ്ടി മാത്രം ജോലി ചെയ്യുന്നൊരു തോന്നൽ കുട്ടികൾക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ഷെയർ ചെയ്ത് കൊടുക്കുകയും, അത് ചെറിയ ജോലികൾ പോലും, അതായത് അവരുടെ ഡ്രസ്സ് ഊരി കൃത്യമായി ലോണ്ടറി ബിന്നി ഇടുന്നത്, അവർ കഴിക്കുന്ന ഭക്ഷണം ടേബിൾ ക്ലീൻ ചെയ്യുന്നത് ഉൾപ്പെടെ എല്ലാ കാര്യങ്ങളും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ എന്നെ ആശ്രയിക്കാതെ ചെയ്യാൻ ഞാൻ പ്രാപ്തിയാകുന്നത് പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. അക്കാദമിക് ബ്രില്യൻസിന്റെ കാര്യം അല്ലെങ്കിൽ ലോകപരമായ രീതിയിൽ നോക്കുമ്പോൾ ഒരുപാട് നമ്മൾ ലോകം ഒരു കുട്ടികളെ കണക്കാക്കുന്ന കുറേ അളവുകോലുകളുണ്ട്. ഒരു കുട്ടി മിടുക്കനാണോ, അല്ലെങ്കിൽ അവര് എത്രമാത്രം സാമർഥ്യമുള്ളവരാണെന്ന് കണക്കാക്കുന്ന ഒരുപാട് അളവുകോലുകളുണ്ട്. ആ അളവുകോലുകളൊക്കെ വെച്ച് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ എൻ്റെ കുട്ടികൾ കുറച്ച് പുറകോട്ടായിട്ട് തോന്നുമെങ്കിലും എൻ്റെ ഒരു കാഴ്ചപ്പാടിൽ ഒരു കുട്ടി അവൻ്റെ കാര്യങ്ങൾ സ്വന്തമായി ചെയ്യാൻ പ്രാപ്തിയുള്ളവൾ, അല്ലെങ്കിൽ ആരെയും ആശ്രയിക്കാതെ ചെയ്യാൻ പ്രാപ്തിയുള്ള പ്രായത്തിനനുസരിച്ചാകുക എന്നുള്ളത് വളരെ ഒരു നമ്മൾ അത്യാവശ്യം മാതാപിതാക്കൾ ശ്രദ്ധിച്ചിരിക്കുന്നത്. അതിനർത്ഥം എൻ്റെ കുട്ടികൾ തീരെ മടിയില്ലാത്ത കുട്ടികളാണെന്നല്ല. എൻ്റെ കുട്ടികൾ അത്യാവശ്യം എല്ലാ കുട്ടികളെ പോലെ തന്നെ മടിയുള്ള കുട്ടികളാണെങ്കിലും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊന്നും സുഖമില്ലാതെ കിടന്നു കഴിഞ്ഞാൽ ഒരു മുട്ട പൊരിച്ച് കഴിക്കാൻ, അല്ലെങ്കിൽ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കാൻ. ഇപ്പം ഈവനിങ് ടൈമിലാണെങ്കിൽ ഞങ്ങൾ മിക്ക ദിവസങ്ങളിലും എൻ്റെ മൂത്ത മകന് അവനാണ് ചായ ഇട്ട് കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ കോഫി ഇട്ട് കൊണ്ടുവരുന്നത്. അല്ലെങ്കിൽ ഞാനൊരു ദിവസം എനിക്ക് എന്തെങ്കിലും വയ്യാതെ കിടക്കുന്ന സമയത്തോ അല്ലാത്ത സമയത്തോ ഒക്കെ എന്തെങ്കിലും ചെറിയ ഫുഡുകൾ ഉണ്ടാക്കാൻ പറയുവാണെങ്കിൽ അവരെ കൊണ്ടാകുന്ന രീതിയിലും 3 പേരും അവരുടേതായിട്ടുള്ള രീതിയിൽ കുക്ക് ചെയ്ത് കഴിക്കുകയും അവരുടെ സ്വന്തം കാര്യങ്ങൾ ചെയ്യുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ സ്വന്തമായി കുളിക്കാനും തനിയെ ആഹാരം കഴിക്കാനും ഒക്കെ ശീലിപ്പിച്ചിരുന്നു. പലപ്പോഴും പല ആളുകളും ഇത് ചെയ്യാൻ എന്തുകൊണ്ടോ വിമുഖത കാണിക്കുന്നത് കണ്ടുവരാറുണ്ട്. കുട്ടിയിൽ ഇത് ഉണ്ടാക്കുന്ന കോൺഫിഡൻസ് വളരെ വലുതാണ്. അതായത് എനിക്ക് തന്നെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ മിസ്റ്റേക്സ് വരുത്തിയാലും കുഴപ്പമില്ല, ഞാൻ സ്ഥിരമായി ചെയ്യുമ്പോൾ അത് എനിക്ക് ആത്മവിശ്വാസം നൽകുമെന്ന് മനസ്സിലാക്കാൻ. പിന്നെ നമ്മുടെ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറയുന്നത് ഈക്വലായിട്ട് ഷെയർ ചെയ്യേണ്ടതാണ്. അതായത് ഇത് എൻ്റെ മാത്രമല്ല, വീടെന്ന് പറയുന്നത് എല്ലാവരുടെയും കൂടെയാണ്. ഇതിലെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്യേണ്ടതാണ് എന്നൊക്കെ മനസ്സിലാക്കാൻ കൂടിയുള്ള ഒരു അവസരം നമ്മൾ കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുകയാണ്. പലപ്പോഴും നമ്മൾ ആൺപെൺ വേർതിരിവുകളില്ലാതെ ഇങ്ങനെ ചെയ്യാത്തത് കൊണ്ടാണ് പല വീടുകളിലും പല ഭർത്താക്കന്മാരെ പറ്റിയൊക്കെ പല സ്ത്രീകൾ വളരെ അഭിമാനത്തോട് പറയുന്നത് കേട്ടിട്ടുണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഞാൻ ചോറെടുത്ത് കൊടുത്താലേ കഴിക്കാറുള്ളൂ, എൻ്റെ ഹസ്ബൻഡ് ഒരു ചായ ഇടാൻ പോലും അറിയില്ല, അല്ലെങ്കിൽ ഒരു ഓംലെറ്റ് ഉണ്ടാക്കാൻ പോലും അറിയില്ല എന്നൊക്കെ അഭിമാനത്തോട് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ സങ്കടം തോന്നാറുണ്ട്. കാരണം ഈ കുട്ടികൾ കണ്ടു വളരുന്ന ഇതാണ്. ഇപ്പം ഇവിടുത്തെ റെസ്പോൺസിബിലിറ്റീസ് ഞങ്ങൾ എല്ലാവരോടും ഒരുമിച്ചാണ് ഷെയർ ചെയ്യുന്നത്. അത് ഞാൻ മാത്രമല്ല, എൻ്റെ ഹസ്ബൻഡും ഈക്വലി അത് ചെയ്യുന്നത് കണ്ടാണ് കുട്ടികൾ വളരുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് ആ വീട്ടിലെ റെസ്പോൺസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ മാത്രം ഉത്തരവാദിത്തമല്ല എന്നുള്ളൊരു തോന്നലുണ്ട്. എങ്കിലും ചിലപ്പോൾ ചില സമയങ്ങളിലൊക്കെ ഇവരെല്ലാവരും മാറി നിൽക്കാറുണ്ട്. വീട് ചില സമയങ്ങളിൽ മെസ്സി ആയിട്ട് കിടക്കാറുണ്ട്, ഒട്ടും ക്ലീൻ അല്ലാതെ കിടക്കാറുണ്ട്. ഇവരോട് ഞാൻ റിക്വസ്റ്റ് ചെയ്ത് ഹെൽപ്പ് ചോദിക്കേണ്ട ആവശ്യമൊക്കെ വരാറുണ്ട്. ഇതെല്ലാ വീടുകളിലും സംഭവിക്കുന്ന കാര്യമാണ്. എങ്കിൽ പോലും ചെറിയ കുട്ടികളായിരിക്കുമ്പോൾ തന്നെ കൃത്യമായ രീതിയിൽ ചെറിയ ചെറിയ ജോലികൾ ചെയ്യാൻ പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങളിൽ വളർത്തുന്ന ആത്മവിശ്വാസം വളരെ വലുതാണ്. അവർ നമ്മളില്ലെങ്കിലും, അല്ലെങ്കിൽ നമ്മളൊരു ദിവസം മാറി നിന്ന് കഴിഞ്ഞാലും, അല്ലെങ്കിൽ 2 ദിവസം മാറി നിന്ന് കഴിഞ്ഞാലും അവരുടെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി ചെയ്യാനും അത് ശീലിപ്പിക്കുന്നതും ഒക്കെ അവരുടെ ഒരു നല്ലൊരു റെസ്പോൺസിബിലിറ്റി അവരിൽ ഉണ്ടാക്കുന്നതിന് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പം നമ്മൾ ഇതുവരെ അങ്ങനെ ചെയ്തു തുടങ്ങിയിട്ടില്ലാത്ത പേരൻസ് ആണെങ്കിൽ തീർച്ചയായും നിങ്ങൾ ചെറിയ കുട്ടികളായിരിക്കുന്ന സമയത്ത് തന്നെ കുഞ്ഞുങ്ങളെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് എല്ലാം ചെയ്ത് ശീലിപ്പിക്കുക. അവർ മിടുക്കരായി വളരട്ടെ.